നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെയിന്റ് ഡിഫക്ട്സ് ആണ്. ഈ ഡിഫക്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ക്ലിയറിനകത്ത് ചെറിയ ചെറിയ ബബിൾ പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ടു സ്പ്രേഗർ ഓട്ടോമോട്ടീവ് പെയിന്റ് ഡിഫക്ട്സ് പാർട്ട് 11. ഈ ഒരു ഡിഫക്ട്സിന്റെ പേരാണ് സോൾവെന്റ് പോപ്സ്. ഈ സോൾവെന്റ് പോപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ തൊടുമ്പോഴോ അല്ലെങ്കിൽ സ്പർശിക്കുമ്പോഴോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണൂല. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് വളരെ സൂക്ഷ്മമായി നോക്കാൻ നേരത്ത് ക്ലിയറിനുള്ളിൽ തന്നെ വളരെ ഡോട്ട് അത് വളരെ എന്താ പറയുക, ഇപ്പൊ എവിടെയെങ്കിലും ഒരു എഡ്ജിൽ കുറച്ച് ക്ലിയർ കൂടുതൽ വീണു എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ആ ഒരു എഡ്ജിന് മാത്രം ക്ലിയർലി വരെ ഡോട്ട് കുത്തു പോലെ കാണുന്നതന്നെയാണ് സോൾവെന്റ് പോപ്സ് എന്ന് പറയുന്നത്. ഇതുണ്ടാകാനൊക്കെയുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് കോട്ട് ക്ലിയർ അപ്ലൈ ചെയ്തതിനു ശേഷം അത് ആ ക്ലിയറിന് അതിന്റെ സോൾവെന്റ് പുറത്ത് പോകാനായിട്ട് ഒരു ടൈം ഉണ്ട്. നമ്മൾ ഫ്ലാഷ് ഓഫ് ടൈം എന്നൊക്കെ പറയും. ആ ഒരു ടൈം കൊടുക്കാതെ നമ്മൾ വീണ്ടും സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കോട്ടിലുള്ള സോൾവെന്റ്സ് ആ ഈ സെക്കൻഡ് കോട്ടിൽ നിന്ന് പുറത്ത് പോകാതെ അതിൽ തന്നെ നിന്ന് ബ്ലോക്ക് ആവും. അങ്ങനെയാണ് ഈ ഒരു സോൾവെന്റ് പോപ്സ് ഉണ്ടാവുന്നത്. ഇത് കൂടുതലായി കാണപ്പെടുന്നത് മഴക്കാലങ്ങളിലോ മഴ സമയങ്ങളിലോ ആയിരിക്കും. കാരണം നമ്മൾ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി എത്രയാണോ ഫ്ലാഷ് ഓഫ് ടൈം കൊടുക്കുന്നത് ആ ഒരു ഫ്ലാഷ് ഓഫ് ടൈം തന്നെ സെക്കൻഡ് കോട്ട് ക്ലിയർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കട്ടിങ് പോളിഷിങ്ങിലൂടെ ഈ ഒരു സോൾവെന്റ് പോപ്സ് എന്ന പെയിന്റ് ഡിഫക്ട്സ് 100% പോകാറില്ല. ചില സമയത്ത് നമ്മൾ ആ ഒരു പാനൽ റീപെയിന്റ് ചെയ്യേണ്ട അവസ്ഥ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇത് വരാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഫ്ലാഷ് ഓഫ് ടൈം. അത് മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഓഫ് ടൈം കുറച്ച് കൂടുതലായി കൊടുക്കുക. പിന്നെ റോങ് മിക്സിംഗ് റേഷ്യോയിലൂടെ ഇത് ഉണ്ടാകാം. പിന്നെ ഇനി ഒരുപാട് പെയിന്റ് ഡിഫക്ട്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പം പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 101ഓളം പെയിന്റ് ഡിഫക്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുവരെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ നേരത്തെ ഇനിയും കൂടുതലും ഈ കസ്റ്റമേഴ്സിന് മനസ്സിലാവാൻ പറ്റാത്തതായിരിക്കും. കൂടുതലും പെയിന്റേഴ്സിന് റിലേറ്റഡ് ആവാൻ പറ്റുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള പെയിന്റ് ഡിഫക്ട്സ് കൂടുതലും. ഓക്കെ, എന്തായാലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. മൈ ട്രൈ ടു ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.